മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാ നിൻ സോദരനെ പോലെ, നിൻഹിതം ചെയ്തോനാ നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ബോബി ചാർലി മൈലപ്ര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നേരുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിലെ ധ്യാനത്തിനായി രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ ഈ വാക്കുകൾ ഉരുവിടുന്നത് രൂത്താണ്. താൻ കതിർ പെറുക്കിക്കൊണ്ടിരുന്ന വയലിൻ്റെ ഉടമസ്ഥനായ ബോവസിനോടാണ് ഈ വാക്കുകൾ അവൾ ഉരുവിടുന്നതും. നമുക്കറിയാവുന്നതുപോലെ 10-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അപ്പത്തിൻ്റെ ഭവനമായ ബേത്ത്ലഹേമിലുണ്ടായ അതികഠിനമായ ക്ഷാമത്തിൻ്റെ സമയത്ത് തൻ്റെ ദൈവത്തിൻ്റെ ദയയ്ക്കും കരുണയ്ക്കുമായി കാത്തിരിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായ എലീമേലേക്ക് എന്ന ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയായ നൊവോമിയോടും 2 ആൺമക്കളോടുമൊപ്പം മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാൻ പോയി. അവിടെ വെച്ച് അവനും മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ച ആൺമക്കൾ ഇരുവരും മരിക്കുകയും ആ കുടുംബം അനാഥമായി തീരുകയും ചെയ്തു. വളരെ പ്രതീക്ഷയോടെ മോവാബിൻ്റെ പച്ചപ്പ് തേടിപ്പോയി. എങ്കിലും സകലവും നഷ്ടപ്പെട്ട്, നൊവോമിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഒഴിഞ്ഞവളായി നൊവോമി ബേത്ത്ലഹേമിലേക്ക് തിരിച്ചെത്തി. അതും ഒരു യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ. പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും ആഘോഷങ്ങളില്ലാത്ത ഒരു കൊയ്ത്തുകാലമായിരുന്നു നൊവോമിക്ക് ഇത്. സർവവും നഷ്ടപ്പെട്ട അവളെ തനിച്ചു വിടാതെ തൻ്റെ സ്വന്തം ദേശവും സ്വന്തം മാതാപിതാക്കളെയും എല്ലാം വിട്ട് അനുഗമിച്ചെത്തിയ വിധവയായ മരുമകൾ രൂത്ത്. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ രൂത്ത് പുറപ്പെടുകയാണ് തനിക്കും അമ്മാവിയമ്മയ്ക്കും ആവശ്യമായ അന്നം തേടി. അവൾ പറയുന്നത് പോലെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ, എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കും എന്ന് അവൾ ആശിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ചിത്രം മാറി. 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഭാഗ്യവശാൽ അവൾ എലീമേലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അവിടെ ബോവസിൻ്റെ വയലിൽ അവൾക്ക് ലഭിക്കുന്ന സ്നേഹമസൃണമായ പരിഗണനയും കരുതലുമാണ് അവളെ നാം കാണുന്ന വിധം ബോവസിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീഴുമാറാക്കിയത്. താൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ബോവസ് പറഞ്ഞില്ലെങ്കിലും അവൻ്റെ അനുഗ്രഹ വചസ്സുകളിൽ അത് വ്യക്തമാണ്. 12-ാം വാക്യത്തിൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ബോവസ് പറയുന്നു. അവൾ നന്ദിയാൽ വീർപ്പുമുട്ടി ആ വലിയ മനുഷ്യൻ്റെ കാൽക്കൽ വീണ് പറയുകയാണ്: ഞാനൊരു അന്യദേശക്കാരിയായിരിക്കെ നിൻ്റെ ഈ ദയ. ഒന്ന് ഓർത്തു നോക്കുക, ഇത് നമ്മുടെ ചിത്രമല്ലേ? രൂത്ത് നമ്മുടെ തന്നെ മാതൃകയല്ലേ? തീർച്ചയായും അതെ. ഇവിടെ രൂത്ത് ഒരു മോവാബി സ്ത്രീയാണ്. 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ കാണരുത് എന്ന് ദൈവം ഖണ്ഡിതമായി കൽപ്പിച്ച ജാതിയിൽപ്പെട്ടവൾ.
എന്നാൽ അവളിവിടെ ആശ്വസിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ രൂത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി തീർന്നിരിക്കുന്നു ബോവസ്. ദാവീദിൻ്റെ വലിയപ്പനായ ഓബേദിനെ മടിയിൽ താലോലിക്കുന്ന രൂത്തിനെയാണ് നാം തുടർന്ന് അങ്ങോട്ട് കാണുന്നത്. നോക്കുക, നാം ആരായിരുന്നു? നാം ദൈവത്തോട് ശത്രുത പുലർത്തിയിരുന്നവരായിരുന്നു. എഫേസ്യർ 2:11 കാണുന്നത് പോലെ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്നോ നാം മക്കളും അവകാശികളുമായി തീർന്നിരിക്കുന്നു. ശത്രുക്കളായിരുന്ന നാം ദൈവത്തിൻ്റെ കൃപയാൽ പുത്രത്വം പ്രാപിച്ചിരിക്കുന്നു. ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്ന നാം ഇന്ന് മഹാരാജാവായ ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നു. എന്തോ ഒരു ദൈവകൃപ, എന്തോ ഒരു ദൈവസ്നേഹം. സ്വന്തം രക്തം വിലയായി നൽകിയാണ് നമ്മുടെ ആത്മനാഥൻ നമ്മെ തൻ്റെ സ്വന്തമാക്കിയത്. സ്വന്തം ശരീരം തകർത്താണ് അവിടുന്ന് നമ്മെ വീണ്ടെടുത്തത്. ആ മഹാസ്നേഹത്തിന് മുമ്പാകെ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ നമ്മുടെ ജീവനായകനും ജീവദായകനുമായ യേശു കർത്താവിന് മുമ്പാകെ സാഷ്ടാംഗം വീഴാം. ഓ എൻ്റെ ദൈവവും കർത്താവുമായുള്ളവേ, ഞാൻ ഒരു നികൃഷ്ടനും നിഷ്ഠൂരനുമായിരിക്കെ അവിടുന്ന് അടിയനോട് ഇത്ര ദയ കാണിക്കുവാൻ അടിയനിൽ എന്തുണ്ടായിരുന്നു നന്മയായി? ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവകൃപ മാത്രം, അവിടുത്തെ മഹാദയ മാത്രം. അതാണ് നിർലോഭമായി നമ്മിൽ ചൊരിയപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്ന് നാം ആയിരിക്കുന്നത് പോലെ അവിടുത്തെ മക്കളെന്നുള്ള ആ ശ്രേഷ്ഠ പദവിയിലായിരിക്കുവാൻ ഇടയായിത്തീർന്നത്. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ മഹാസ്നേഹത്തിന് മുമ്പാകെ നന്ദിയുള്ളവരായിരിക്കാം. ഹൃദയം തുറന്ന് നമുക്ക് അവന് നന്ദി പറയാം, അവനെ സ്തോത്രം ചെയ്യാം, അവൻ്റെ ഉന്നതമായ നാമത്തെ ഉയർത്താം. അതിന് ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.